വീട്ടിൽ സ്വന്തമായി ഒരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ എന്നും രാവിലെയും വൈകുന്നേരവും ഇറങ്ങിയിരുന്നിട്ട് സ്വന്തമായി വിചാരണ നടത്താറുണ്ടായിരുന്ന അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു പടച്ചോനെ എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്ന് പാടി. നമ്മുടെ നാട്ടിലൊക്കെ ചില പഴയ പ്രദേശങ്ങളിൽ, മലബാറിന്റെ പല പ്രദേശങ്ങളിലും മരിച്ചിട്ട് മയ്യത്ത് പള്ളിക്ക് കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോ ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു കടലാസിലൊക്കെ എന്തോ ഒരു സാധനം എഴുതിയിട്ട് കഫംപുടയിൽ ഇങ്ങനെ മോത്ത് വെച്ചുകൊടുക്കും. മോത്തയിത്ത് എന്നാണ് അതിന് പറയാം. ഇങ്ങനെ ഒരു സാധനം വെക്കും. എന്തായാലും എഴുതല് അബ്ദുല്ലാഹി ലിയാഫിന്റെ 6 വരി ബൈത്താണ് അതിൽ എഴുതുന്നത്. ആരാ അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു? പെരന്റെ ഉള്ളിലൊരു ഖബർ കുഴിച്ചിട്ടേ അതിൽ ദിവസവും രാത്രി ഇങ്ങനെ ഇറങ്ങിക്കിടന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മുഴുവൻ അമാലുകളും ഒന്ന് കണക്കൂട്ടും. എന്നിട്ട് നന്മ മുൻതൂക്കമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അല്പസമയം കിടന്നുറങ്ങുകയും കുറച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യും. നന്മ മുൻതൂക്കമാണെന്ന് ഉറപ്പില്ലെങ്കിൽ തീരെ ഉറങ്ങാതെ നിസ്കരിക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ലിയാഫി. മഹാനവറുകൾ പറഞ്ഞൊരു പാട്ടാണ് അതിൽ എഴുതുന്നത്. എന്താ പാട്ട്? ഇലാഹി ഹാനല്ലഹസി ഖലിയാ മിനൽ ഇഹ്സാനി ഹാവിൽ ലിൽ മസാവി ഫലാ ഫീലി ലി അഖ്വാലി മുനാസിബ് വലാ ഖൗലി ലി അഫ്ആലി മുസാവി കദൂബൻ ഖായിനൻ ലം ഊഫി അഹ്ദാ വലമ്മസ്തുഖി ബിമദ്മൂനി ദഅവി. ഇലാഹി, എന്റെ ഇലാഹേ, ഹാ എന്തൊരു കഷ്ടമാണ്. അനൽ ആസി, ഞാൻ തമ്മാടിയായല്ലോ. ഖലിയം മിനൽ ഇഹ്സാനി, ഗുണം ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഹാവിൽ ലിൽ മസാവി, മോശമുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യുകയും ചെയ്തല്ലോ എന്ന് പാടുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലിയാഫി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടുകാരൻ മക്കത്ത് വന്ന് മദീനത്ത് വന്നിട്ട് റൗള ശരീഫ് തുറപ്പിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പാടിയിട്ടുണ്ട്. അല്ലാഹുവേ, എൻ്റെ അടുക്കൽ ഒന്നുമില്ല. വലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹി മിൻ ഇൻദിദല്ലാഹി സ്വലാത്തുല്ലാഹി മഹാ തഹിയതുഹു സലാമുല്ലാഹി ഇജ്ലാല ഖദ്രിക ശികൻ തഫഖീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലേ, ഫഅലൈക ഹുബ്ബൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹുബ്ബ് നിങ്ങൾക്ക്, എന്റെ ഹുബ്ബ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. മിൻ ഇൻദി ദൽ ആസി, തമ്മാടിയായ തെറ്റുകാരനായ ഉമർ ഖാദിയിൽ നിന്ന് നിങ്ങൾക്കിതാ സലാം പറയുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബോധം ഇന്റെ അടുത്ത് കുഴപ്പമുണ്ട് എന്ന ബോധമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫില് മനുഷ്യന് ബഹുമാനമുണ്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. വലക്കത് കറംനാ ബനി ആദമ, തീർച്ചയായും ആദം സന്തതിയെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. ആ പറഞ്ഞോടത്തൊരു പ്രയോഗമുണ്ട്. ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയണത്. മനുഷ്യൻ എന്നതിനെ പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ച വാക്ക് വേറുണ്ട്. ഇൻസാൻ എന്ന വാക്ക് ഖുർആനിലുണ്ട്, നാസ് എന്ന വാക്ക് ഖുർആനിലുണ്ട്. മനുഷ്യൻ എന്നതിന് സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ബഹുമാനുണ്ട് എന്ന് പറഞ്ഞോടത്ത് ആദം വല്ലിപ്പാന്റെ മോന് ബഹുമാനുണ്ട് എന്നാണ് പറയണത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനമുണ്ടാവാൻ കാരണം ആദമിന്റെ മോനായി എന്നതാണ്. എന്താ ആദമിന്റെ മകന്റെ പ്രത്യേകത? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകനൊരു പ്രത്യേകതയുണ്ട്. ആദം നബിയുടെ സ്വഭാവം വേണം. എന്താ ആദം നബിന്റെ സ്വഭാവം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പഴം കായ്ക്കുന്ന മരത്തിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ആദമേ, നിങ്ങൾ ഈ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രചോദനത്തിന്റെ ഭാഗമായി ആദം നബി ആ മരത്തെ സമീപിക്കുകയും അതിൽ നിന്ന് കനി പറിക്കുകയും ചെയ്തതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്നുണ്ട്. ഫനസിയഹ, ആദം അത് മറന്നിട്ടാണ് ചെയ്തത് എന്ന്. ഖുർആൻ തന്നെ
മറന്നാണ് ചെയ്തത് എന്ന് പറഞ്ഞ തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ മേലുള്ള ഖേദം ആദം നബി അലൈഹി ഇസ്ലാമിന് ദുനിയാവും കഴിഞ്ഞ് നാളെ ആഖിറം വരെ നീണ്ടു നിൽക്കുന്നു എന്നതാണ് മഹാനവറുകളുടെ പ്രത്യേകത. നാളെ മഹ്ശറയില് തന്റെ ജനവിഭാഗം, തന്റെ മക്കള്, പേരക്കുട്ടികള് ആദം വല്ലിപ്പാന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പ ഒന്ന് അള്ളഹാനോട് പറഞ്ഞിട്ട് ഈ ചെമ്പിന്റെ തറയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. സ്വർഗത്തുക്കായാലും വേണ്ടില്ല, നരകത്തുക്കായാലും വേണ്ടില്ല, നമുക്ക് ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതി എന്ന് പറയുമ്പോ വല്ലിപ്പ പറയും, മക്കളെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറാണ്. ഏതാ ബേജാറ്? അന്ന് സ്വർഗത്തിൽ നിന്ന് കനി പറിച്ചതിന്റെ ബേജാറ്. നമുക്കുള്ള കുഴപ്പം 100% തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം ചെയ്താൽ പോലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ ന്യായം കണ്ടെത്തുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം. 100% തെറ്റുള്ള ഒരു കാര്യം ചെയ്താൽ 24 മണിക്കൂർ ആകുമ്പോഴേക്ക് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യണത്, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുക എന്നത് ന്യായം കണ്ടെത്തും എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രശ്നമാണത്. അതുകൊണ്ട് തെറ്റുകളെ കുറിച്ചുള്ള ബോധമാണ് ഏറ്റവും വലിയ ബോധമെന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പാടിയ പാട്ടിലുണ്ട്, ഞാനൊരു തെറ്റുകാരനാണ് എന്ന്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദി ഹുക്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവർക്കൊക്കെ വലിയ ബേജാറായിരുന്നു, നമുക്കൊരു ബേജാറില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ പരാജയം. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അല്ലാഹുവിൽ ഖൗഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ, തന്റെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെട്ടവന് സ്വർഗമുണ്ട്. ഒരു സ്വർഗമല്ല, ജന്നത്താനി, 2 സ്വർഗം. അതിന്റെ തഫ്സീറിൽ കാണാം അവന് ഭൂമി തന്നെ സ്വർഗമായിരിക്കുമെന്ന്. ദുനിയാവിലും സ്വർഗമുണ്ട്, ആഖിറത്തിലും സ്വർഗമുണ്ട് എന്നാണ്. 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം എന്ന് മഹത്തുക്കൾ പറയുന്നു. 300 കൊല്ലം ശ്രദ്ധിക്കും മുഅ്മിനീങ്ങളെ, 300 കൊല്ലം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് സയ്യിദുൽ അംബിയാ എന്ന് പേരുള്ള നബി നൂഹ് അലൈഹിസ്സലാം. 300 കൊല്ലം തുടർച്ചയായി കരഞ്ഞിട്ടുണ്ട് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാമിനെ ഒരിക്കൽ കാണാനില്ല. സക്കരിയ നബി അലൈഹിസ്സലാം എന്ന വാപ്പ കുട്ടിനെ അന്വേഷിച്ചു. 3-ാം ദിവസം തെരഞ്ഞു നടന്നിട്ട് 3-ാം ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം ഒരു അടക്കം ചെയ്യാത്ത കുഴിച്ചിട്ട ഖബറിൽ ഇറങ്ങിയിരുന്നിട്ട് ഇങ്ങനെ നൊലോളിക്കുന്നതായിട്ട് കണ്ടു. കുട്ടിനെ വിളിച്ചിട്ട് വാപ്പ ചോദിച്ചു, മോനെ എന്താണ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് കരയുന്നത് മോനെ എന്ന് ചോദിച്ചപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉപ്പാ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് കരയുന്നത് വരെ ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് സലാമത്താകൂലാന്ന് ഇങ്ങള് പറയണത് ഞാൻ കേട്ടു വാപ്പാ. ഞാനൊന്നൊഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞതാണേ. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ പോവാനുള്ള ഏറ്റവും എളുപ്പ വഴി അള്ളാഹുവിനെ ആലോചിച്ച് കരയലാണ്. വളരെ എളുപ്പമുള്ള വഴിയാണ്. ലാ യലിജുന്നാറ റജുലുൻ ബകാ മിൻ ഖശ്യത്തില്ലാഹ്. ലാ യലിജുന്നാറ, നരകത്തിൽ പ്രവേശിക്കുകയില്ല. റജുലുൻ, ഒരു മനുഷ്യൻ. ബകാ, അവൻ കരഞ്ഞിരിക്കുന്നു. മിൻ ഖശ്യത്തില്ലാഹ്, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് അള്ളാഹിനെ പറ്റി പറഞ്ഞു കേട്ടപ്പോ 2 കണ്ണുനീര് കണ്ണിൽ നിന്ന് ഒരു മനുഷ്യന് ചാടിയാൽ അവന്റെ ആ കണ്ണുനീരൊരിക്കലും സ്വർഗത്തിൽ പോകൂല. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന 2 തുള്ളി രക്തവും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്ന 2 കണ്ണുനീരും ഒരു കാരണത്താലും നരകത്തിൽ പോകൂലാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞിട്ട് മൂത്രത്തിലൂടെ രക്തം വരാറുണ്ടായിരുന്നു എന്ന് സീറത്തുൽ ഹലബി രേഖപ്പെടുത്തുന്നുണ്ട്.
നമുക്കൊന്നിനും പറ്റണ്ട, നമുക്കൊന്ന് ഒരൊളിച്ചാൻ പറ്റിയാൽ മതി, ഒന്ന് കരയാൻ പറ്റിയാൽ മതി, ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളാണ്. ബദർ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും പടക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഉത്ബത്തും ഷൈബത്തും വലീദും അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പടക്കളത്തിലെത്തിയിട്ടുണ്ട്. ഘോരമായ പോരാട്ടം നടന്നു. അലി റളിയല്ലാഹു അൻഹു ശത്രുവിനെ പരാജയപ്പെടുത്തി, ഹംസ റളിയല്ലാഹു അൻഹു ശത്രുവിനെ പരാജയപ്പെടുത്തി. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ കാലിന് ശത്രു വെട്ടിയിട്ട് കുതിര വീണു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു താഴെ വീണ് കാലിന് വെട്ടേറ്റിട്ട് കാല് മുറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ഷഹീദാകുമെന്നുറപ്പായപ്പോ യുദ്ധം അവസാനിച്ച് കരയിലേക്ക് വരികയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും ഓടിച്ചെന്ന് ശത്രുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അബൂ ഉബൈദ എങ്ങനെ താങ്ങിയിട്ട് ഇലാ ഹദ്റത്തി ഹബീബിനാ റസൂലുള്ളാഹി പുണ്യനബിയുടെ ഹദ്റത്തിൽ ഇങ്ങനെ കൊടുന്നുവച്ചപ്പോ പുണ്യനബിയോട് മഹാനവറുകൾ ചോദിക്കുകയാണ്, ബെഞ്ചക്കളം വിട്ട് പിരിഞ്ഞോനാണ്, വെളിയിൽ ഷഹീദാമോ അനാ പൊന്മാനേ. എന്റെ പ്രിയപ്പെട്ട നബിയേ, എന്റെ പുന്നാര മകനെ, യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ പിരിഞ്ഞിട്ടുണ്ട്, യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധക്കളത്തിന്റെ പുറത്ത് കടന്ന് അബൂ ഉബൈദ മരിച്ചാൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഞാൻ പെടുമോ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു. വല ബേജാറാണത്. യുദ്ധക്കളത്തിൽ വെട്ടേറ്റിട്ട് കാല് മുറിഞ്ഞിട്ട് മരിക്കാൻ പോവാണ്. യുദ്ധക്കളത്തിന്റെ കരയിലാ കിടക്കണത്. ഞാൻ കരക്കെന്ന് മരിച്ചാൽ ഷഹീദാവൂലേന്ന് സയ്യിദുനാ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കാം. പുണ്യനബി പറഞ്ഞു, നിങ്ങൾ ഷഹീദാണെന്ന് പറഞ്ഞപ്പോ ഒരു പാട്ട്, മരിക്കണ നേരത്തൊരു മനുഷ്യൻ പാട്ട് പാടണമെങ്കിൽ എന്താപ്പാ അവസ്ഥ? എന്തായിക്കാര അവസ്ഥ? മരിക്കണ നേരത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പാട്ട് പാടുകയാണ്. അവരെന്റെ കാല് മുറിച്ചാലെന്താ, ഞാൻ അള്ളാഹുവിന്റെ ദീനിലല്ലേ. فإني مسلم وأرجو به عيشا من الله عاليا وألبسني الرحمن من فضل منه لباسا من الإسلام غطى المساوية. എന്ന് മഹാനവറുകൾ പാടുകയാണ്. കാല് മുറിച്ചാന്താ, ഇസ്ലാം എന്ന വസ്ത്രം അള്ളാഹു എന്നെ ധരിപ്പിച്ചിട്ടില്ലേ? നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എനിക്ക് പാറിക്കളിക്കാൻ പറ്റൂലേ എന്ന് മഹാനവറുകൾ പാട്ടുപാടിയിട്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഓൽക്ക് ബേജാറുണ്ടായിരുന്നത് സ്വർഗം കിട്ടൂലേ എന്നുള്ള കാര്യത്തിലാണ്. ഞമ്മക്ക് ആ വിഷയത്തിൽ വളരെ ഉറപ്പാണ്.